ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം ആരംഭത്വഹാവിൻ അരുണമ്മളോർക്കേണം അവശരെ കണ്ണു നീരൊപ്പുന്നവർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം മോശാരം എത്തിമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്താക്കിങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? എങ്ങനെയുണ്ട്? രസമുണ്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ പണ്ട് ഞാനൊരു പാട്ട് പാടിയതിന് കുറേ ട്രോൾ ചെയ്യുന്നല്ലോ എന്നെ. മറ്റേ ജനാലബരിയൊക്കെ കൊഞ്ഞാടിനൊരു പാട്ടില്ലേ ഞാൻ. എത്ര വർത്താനം തന്നെയാണ് എല്ലാവരുടെയും. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. എവിടുന്നാ ഇപ്പോൾ ഈ വരുന്നതെന്ന് വെച്ചാൽ പൊടിയില്ല. ഏതായിട്ടും കുറേ കമൻറ്റ് വരുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഒക്കെ കുറേ ടോട്ടോ വന്നാണ് അറിഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിന് കേട്ടോ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ നിങ്ങളോടൊരു കഥ അറിഞ്ഞു തരുന്നവർ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ ഇത് സംഭവം. അതുകൊണ്ട് എനിക്കറിയില്ല അത് എവിടുന്ന ഈ കയറി വരുന്നത് എന്നിട്ടോ. പണ്ട് ഒരു കാട്ടിലൊരു പുലി ഉണ്ടായിട്ടോ. ആ പുലിക്ക് 4 കൊമ്പുണ്ടായിട്ടോ. അച്ഛക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ ഇനി പണ്ട് നമ്മൾ കുറേ കുട്ടിയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണേൽ ഞങ്ങൾക്കും പറഞ്ഞു തരികയാണ്. അപ്പം നിങ്ങളൊക്കെ ഞാനൊരു കുട്ടിയായിട്ടാണ് കാണുന്നത് നിങ്ങൾ വിചാരിച്ച ആളിട്ടോ. അല്ലാതെ ഇത് ഈ ഇപ്പോഴും ഞാൻ പറയുമ്പം വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നട്ടോ. പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പം ഉണ്ടോ അറിയില്ല എവിടുന്ന അത് വരുന്നത് എന്ന്. നിങ്ങൾ ക്ഷമിച്ചാളി. ആ കുറേ വരികയാണ് എവിടുന്നൊക്കെ. ആ പറച്ചലിൻ്റെ ഇടയിൽ കൂടെ വരികയാണ്. അല്ലാതെ ഞാൻ കൽപ്പിച്ചു കൂട്ടിയിട്ടാ നിങ്ങൾ ആരും വിചാരിച്ചണ്ട കേട്ടോ. എന്നിട്ട് ആ ടോട്ടോൻ്റെ അടിയിൽ കുറേ കമൻറ്റും വന്നാണ് കേട്ടോ. അന്നിപ്പോൾ മെയ് 4 ഇലക്ഷൻ്റെ റിസൾട്ട് അല്ലേനു. അന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അന്ന് എത്താ പറഞ്ഞത്, ഇവൻ്റെ വീഡിയോൻ്റെ അടിയിലാണ് ഈ റിസൾട്ട് അറിഞ്ഞതിൻ്റെ പടക്കം മുഴുവൻ പൊട്ടിയത്. പിന്നെത്താ എന്തോ പൂരത്തിന് പോയ മാതിരി ഉണ്ട്, തൃശ്ശൂർ പൂരത്തിന് പോയ മാതിരി ഉണ്ട്. പിന്നെത്താ വെടിയൊട്ടണ ഫുള്ള് ആണ്, പടക പൊട്ടണ മാതിരി ഉണ്ട്. അങ്ങനെ ഓരോരോ കമൻറ്റ് ഇട്ടോ. പക്ഷെ അറിയില്ല, ഞാൻ കുറേ നന്നാക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അന്തിക്ക് കുത്തിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അച്ചേക്കട് വരിക കേട്ടോ. പിന്നെ ഒരു കമൻറ്റും കൂടി ഉണ്ടായി കേട്ടോ. അതിലിപ്പോൾ എത്താ എഴുതിയത്, ഈ സഹലിൻ്റെ വീഡിയോയിൽ എത്ര ഉണ്ട് എന്ന് പറയുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ പല നടക്കണത് റബ്ബേ, കൂടില്ല. ഇപ്പം ആ കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഓരോ വെടി വെച്ചാട്ടോ ഓലെ പൊട്ടിച്ചേണ്ടി വരും. ടോ